ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇനയാസ് ലൈഫ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ 24 മുട്ട, അത് 2 പാത്രങ്ങളിലായിട്ട് പകുതി 12 ആയിട്ട് എടുക്കുക. അണ്ടിപ്പരിപ്പ് 100 ഗ്രാം, കിസ്മിസ് 100 ഗ്രാം, പഞ്ചസാര 1/2 കിലോ, കസ്കസ് 3 ടേബിൾ സ്പൂൺ, നെയ്യ് 150 ഗ്രാം, ഏലക്കാപ്പൊടി ആവശ്യത്തിന്. 8 പത്തിരി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഈ പത്തിരികൾ മുക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ, പിന്നെ 1 കപ്പ് മൈദ 1 നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. ചപ്പാത്തി പരുവത്തിൽ ആണ് കുഴക്കേണ്ടത്. നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ 8 ബോൾസ് ആക്കിയിട്ട്, ഒരേ വലുപ്പത്തിലുള്ള 8 ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ പരത്തണം. പരത്തിയതിന് ശേഷം നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിന് കറക്റ്റായിട്ടുള്ള റൗണ്ടിലുള്ളൊരു അടപ്പെടുത്തിട്ട് അത് വെച്ചിട്ട് പത്തിരി റൗണ്ടിൽ മുറിച്ചെടുക്കുക. ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതുപോലെ 8 ബോൾസും പരത്തി കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം ഓരോ പത്തിരികളും ചുട്ടെടുക്കുക. എല്ലാ പത്തിരികളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഒരുപാട് പൊങ്ങിയൊന്നും വരണ്ട കേട്ടോ. നമ്മൾ സാധാരണ പത്തിരി ചുടുന്നത് പോലെ അങ്ങനെ പൊങ്ങി വന്ന് അങ്ങനെയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് 2 ഭാഗവും ചൂടായി കിട്ടിയാൽ മതി, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പത്തിരികളും അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ്. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. ഇവിടെയൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ 2 പാത്രത്തിൽ എടുത്ത് വെച്ച മുട്ടയിൽ ഒരു പാത്രത്തിലെ മുട്ടയിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. അതിനുശേഷം അത് നന്നായിട്ട് കലക്കി യോജിപ്പിക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. മുട്ട ഇതുപോലെ ഉലർത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും മുട്ടയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 8 പത്തിരി വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പത്തിരി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു 3, 4, 5 പത്തിരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലൊഴിക്കുക. ഇത് നമ്മുടെ പത്തിരി മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൻ്റെ താഴെ ഭാഗത്തും സൈഡിലും എല്ലാം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പത്തിരി എടുത്ത് പാലിൽ മുക്കുക. പത്തിരിയുടെ എല്ലാ ഭാഗത്തും പാലാവണം. 2 സൈഡും മറിച്ചിട്ട് പാലിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും മുട്ടയൊക്കെ ഇട്ട് വെച്ച അതിൻ്റെ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ കോരിയിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്നത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കലക്കി വെച്ച മുട്ട എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ വരണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത പത്തിരിയും ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ചെറിയ പത്തിരിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അല്ലാതെ വട്ടം കുറച്ചിട്ടുണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എണ്ണം കുറച്ചിട്ടുണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ ഇത്രയും സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് സാധനങ്ങൾ കുറക്കാം. ഞങ്ങളുടെ ഉമ്മമ്മ ഒരു കോഴിക്കോട്ടുകാരിയാണ്. ഉമ്മമ്മയുടെ അടുത്തു നിന്നാണ് ഞങ്ങൾക്ക് റെസിപ്പി കിട്ടിയത്. ഇപ്പോൾ ഇത് പല ഷോപ്പുകളിലും കിട്ടുന്നുണ്ട് വാങ്ങാനൊക്കെ. പക്ഷേ അതിനൊന്നും ഇത്രയും തന്നെ ടേസ്റ്റ് അതുപോലെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല പലതും. അത് ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിനൊക്കെ നല്ല റേറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച പത്തിരി പോലെ തന്നെ എല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തത്. പാലിൽ മുക്കി അതിൽ മുട്ടയുടെ മിക്സൊക്കെ ചേർത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതുപോലെ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് ലാസ്റ്റാണ്, 8ാമത്തെ പത്തിരിയാണ്. എല്ലാ പത്തിരികളും അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റത്തെ പത്തിരിയിലും ഇതുപോലെ തന്നെ ഈ മിക്സ് ഇടുക.
ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആ കലക്കി വെച്ച മുട്ടയുടെ ബാക്കി ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഇതിൻ്റെ സൈഡിലേക്കും എല്ലാം വരുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. സൈഡിലേക്കൊക്കെ നന്നായിട്ട് സൈഡിലേക്ക് തന്നെ ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ മുട്ടയുടെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് കുറച്ച് കസ്കസ് വിതറി കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മുടെ പാത്രം ഇറക്കി വെക്കുക. പാനിന് പകരം തട്ടെടുത്താലും മതി കേട്ടോ, എന്തെങ്കിലും ഒരു തട്ട് വെച്ചാലും മതി. അതിനുശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് 3/4 മണിക്കൂറും വേവിച്ചെടുക്കുക. ഇപ്പോൾ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതിന് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കാം. ഇങ്ങനെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. മുകൾ വശം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരാൻ വേണ്ടിയിട്ട് നമുക്കിത് മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ ചട്ടിപ്പത്തിരി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.